കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ അവറുകൾ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ മതേതര കൂട്ടായ്മയ്ക്ക് എന്നും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയ വ്യക്തിയാണ്. എല്ലാ മതങ്ങളോടും സമാന രീതിയിൽ തന്നെ സമഭാവനയോടുകൂടി ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇപ്പോൾ ചുമതല ഏൽക്കുവാൻ പോകുന്ന സമയത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ പേര് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ആത്മീയ നേതാക്കന്മാരുടെ ഒരു സംഘം തന്നെ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാനും ആശീർവദിക്കുവാനുമായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയ ചുമതല നമ്മുടെ ഈ കേരളത്തിന്, ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഒരുപോലെ അഭിമാനകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായും നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ നമ്മുടെ വി ഡി സതീശൻ സാറിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന്റെ എന്നല്ല രാജ്യത്തിന്റെ മതസൗഹാർദ്ദം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നല്ല നിരവധി പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ നാട്ടിലെ ജനങ്ങൾ ഈ സൗഹാർദ്ദത്തെ, പരസ്പര സ്നേഹത്തെ, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള പരസ്പരമുള്ള ഐക്യത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഈ അർത്ഥത്തിൽ നല്ല ഒരു മത സൗഹാർദ്ദത്തെ ശക്തമായിട്ട് പിന്തുണക്കുന്ന, അതിന് ശക്തിപ്പെടുത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് ലഭിച്ചു എന്നത് നമുക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് വേണ്ടി നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ആക്സിന്റെ എല്ലാവിധ ഭാവങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ മതവിഭാഗ ഭേദമന്യേ എല്ലാ ഹൈന്ദവ സ്നേഹിതരുടെയും ഇസ്ലാം സ്നേഹിതരുടെയും ക്രൈസ്തവ സ്നേഹിതരുടെയും പ്രാർത്ഥന കൊണ്ടാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ മുൻപോട്ടുള്ള പ്രവർത്തനത്തിൽ ദൈവം തമ്പുരാൻ അദ്ദേഹത്തോടൊപ്പം കാണും. എല്ലാവരെയും ഒരുപോലെ കണ്ട് മുൻപോട്ട് പോകുന്ന അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും നൽകി കേരളത്തെ, എൻ്റെ ദർശനത്തിൽ അദ്ദേഹം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ യൂണിവേഴ്സിറ്റികൾ, ഇവിടുത്തെ യുവജനങ്ങൾക്ക്, യുവതീ യുവാക്കൾക്ക്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നതമായ സ്ഥാനങ്ങൾ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ കൂടെ സാധിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും നൽകുന്നു. ദൈവം അദ്ദേഹത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ സഭകളുടെയും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യാ സഭയുടെ എല്ലാ പ്രാർത്ഥനകളും അദ്ദേഹത്തെ അറിയിക്കുന്നു. ആക്സ് എന്ന സഭാവിഭാഗ ഭേദമന്യുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ട്രസ്റ്റിൻ്റെ ബഹുമാനമുള്ള ജോർജ് സെബാസ്റ്റ്യൻ അതിൻ്റെ സെക്രട്ടറിയാണ്. അതിലെ എല്ലാ ബിഷപ്പന്മാരും, സ്വാമിജിയും ഇമാമും ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനത്തിന് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ചുണ്ട്. ശക്തമായി അദ്ദേഹത്തിന് മുൻപോട്ട് പോകുവാൻ എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.